ഹലോ, നമസ്കാരം. ഇന്നിപ്പോൾ വഖഫ് ബില്ലിൻ്റെയും അതുപോലെ തന്നെ NRC, പൗരത്വ ബില്ല്, ബീഫ് നിരോധനം പോലെ പലവിധ കാര്യങ്ങളും ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസും ലീഗും വെൽഫെയറും ഇവർക്കൊക്കെ സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. എവിടെ ഇവർ കർശനമായിട്ട് ഇവരവിടെ പ്രതിഷേധം ഉന്നയിച്ചിരിക്കുന്നത്? പാർലമെൻറ്റിലാണെങ്കിലും ഇന്നിപ്പോൾ വഖഫ് ബില്ലിൻ്റെ ഒരു കാര്യത്തിന് നോക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഇല്ല, രാഹുൽ ഗാന്ധി ഉരിയാടിയിട്ട് പോലുമില്ല. കോൺഗ്രസിനും ലീഗിനും വെൽഫെയറിനും വേണ്ടി ആൾക്കാർ വോട്ട് ചെയ്തപ്പോൾ ആ വോട്ട് ചെയ്ത ആൾക്കാരെ വിഡ്ഢികളാക്കി. അല്ലാതെ എന്ത് പറയാനാ? മുന്നേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പൗരത്വ ബില്ലിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കിയ സമയത്ത് സ്വന്തം വീട്ടിൽ എന്തോ കല്യാണ പരിപാടിയും പ്രോഗ്രാമും ഉണ്ടായപ്പോൾ അങ്ങോട്ട് മാറിപ്പോയ ഒരാളുണ്ട്, ലീഗിൻ്റെ MP. മറന്നിട്ടുണ്ടാവില്ല. അസദുദ്ദീൻ ഉവൈസി അന്ന് സ്വന്തം വീട്ടിൽ കല്യാണം ഉണ്ടായിട്ട് പോലും അവിടെ പാർലമെൻറ്റിൽ വന്ന് ബില്ല് കയറിയിട്ടു. ഇതൊക്കെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു പൊറാട്ട നാടകമാണ്. അതിൻ്റെ കൂടെ താങ്ങി കൊടുക്കുന്ന വെൽഫെയറും. ഇവർക്ക് പ്രത്യേക ഒരു ആളുകളെ സേവിക്കാൻ സേവനം കൊടുത്ത് നല്ല സേവ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടമില്ല, ഒന്നുമില്ല. ആളുകളെ നല്ല രീതിയിൽ നിർത്താനുള്ള ഒരു കഴിവ് ഇവർക്കില്ല. ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെയും ഇവരൊക്കെ ഉന്നയവും ഉദ്ദേശവും കാര്യങ്ങളൊക്കെ എന്താണ്? BJPയുടെ നയങ്ങൾ അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യണം. കോൺഗ്രസിനോട് ചോദിച്ചല്ലോ, അതൊക്കെ നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ച നിയമങ്ങളും കാര്യങ്ങളുമാണ്, അത് ഞങ്ങളത് അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാണ് പണ്ട് പറഞ്ഞത്. എത്ര നാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? എന്നിട്ട് ഈ കോൺഗ്രസിൻ്റെ പിന്നാലെ വെൽഫെയറും ലീഗും ആടിപ്പാടി നടക്കുന്നത്. നമ്മുടെ സുധാകർജി ഉണ്ടായിരുന്നില്ല. സുധാകർജി പാർലമെൻറ്റിൽ വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. വഖഫ് ബില്ലിന് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ട് എന്ത് അദ്ദേഹം പോവാഞ്ഞത്? ബ്രിട്ടാസ് അട്ടഹസിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആളുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത പ്രാവശ്യം നിങ്ങൾ പിണറായിനെ വിജയിപ്പിക്കുക. ലീഗിൻ്റെയും കോൺഗ്രസിനും വോട്ട് കൊടുക്കരുത്. ലീഗിനും കോൺഗ്രസിനും വോട്ട് കൊടുത്താൽ അതൊന്നും നമ്മുടെ നല്ലതിനല്ല. ഇപ്പോൾ സ്റ്റാലിൻ അവിടെ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്. കേരളത്തിൽ ഇവരെന്താ ഒന്നും ചെയ്യാൻ പോകാത്തത്? പ്രതിപക്ഷം എന്താ ഒന്നിനും പോണില്ലല്ലോ. എന്താ അവർ ചെയ്യാൻ പോകാത്തത്? അവർക്ക് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയിലുള്ള ഒരു എത്തിക്സും കാര്യങ്ങളും ഒന്നുമില്ല. എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണ്ടെന്നുള്ളതൊന്നും. അവർക്ക് ഭരണം കിട്ടിയിട്ട് മന്ത്രിയാവാൻ വേണ്ടിയിട്ട് കസാരക്കളി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. VD സതീശന് ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്. കുഞ്ഞാപ്പയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂടാതിരിക്കുക എന്നല്ല. നിങ്ങൾ പിണറായിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്. പിണറായിൻ്റെ കൂടെ കൂടാൻ നല്ലത്.